ആരാധികെ എന്തെന്നറിയാത്ത ആരാധനയുടെ ആരോഹണ സ്വരം പാടി. റേഡിയോയിലൂടെ ഒഴുകി വരുന്ന ഗാനത്തിന് കാതോർത്ത് പുറത്തേക്ക് കണ്ണുനട്ട് അശ്വതി നിന്നു. കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പ് നിറഞ്ഞ വയൽ, മനോഹരമായ കാഴ്ച. നീലാകാശത്തിന് താഴെ പച്ചക്കടൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതാകാം. റേഡിയോയിലെ ഗാനം പിന്നെയും അവളുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിച്ചു. എന്തെന്നറിയാത്ത ഒരു ആരാധനയുടെ ആരോഹണ സ്വരം പാടി. ആരാധന ഈ ജന്മത്തിൽ ഒരാളോട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. കൗമാരപ്രായത്തിൽ പത്രത്താളുകളിൽ വന്ന ചെറുകഥകളിലൂടെയാണ് ആ എഴുത്തുകാരനെ അറിഞ്ഞത്. ആരാണെന്നോ എന്താണെന്നോ കൂടുതലായി ഒന്നും തന്നെ അറിയില്ല. കഥകളുടെ എല്ലാം ചുവട്ടിൽ ദേവൻ എന്ന പേരിനൊപ്പം കാണുന്ന മങ്ങിയ ഒരു ഫോട്ടോ, അതായിരുന്നു ആകെയുള്ളത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിനോട് ഒരുതരം ആസക്തിയായിരുന്നു. വായിച്ചാലും വായിച്ചാലും മതി വരാത്തതുപോലെ. പ്രണയത്തിന് എന്തെല്ലാം നിർവചനങ്ങൾ! ഒരു പുരുഷൻ ഇങ്ങനെയും ഒരു സ്ത്രീയെ സ്നേഹിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിൻ്റെ കഥകളിലെ പെൺകുട്ടികളെല്ലാം എത്ര സുന്ദരികളാണ്! അല്ലെങ്കിലും സൗന്ദര്യമുള്ള സ്ത്രീകളെ ആർക്കാണ് ഇഷ്ടപ്പെടാൻ കഴിയാതെ ഇരിക്കുക? പ്രണയം എന്തെന്നറിഞ്ഞു തുടങ്ങിയത് ആ വരികളിലൂടെയാണ്. യൗവനത്തിലേക്ക് ചേക്കേറിയപ്പോൾ ഒരിക്കലെങ്കിലും പ്രണയിക്കപ്പെടാൻ കൊതിച്ചു പോയിട്ടുണ്ട്. പ്രണയത്തിൻ്റെ വേദന ശരിക്കും അറിയാവുന്നത് പ്രണയിച്ച് പരാജയപ്പെട്ടവർക്കാണോ? അല്ലേ അല്ല. ആ വേദന തീർത്തും അനുഭവിക്കുന്നവർ പ്രണയിക്കപ്പെടാത്തവർ തന്നെയാണ്. പ്രണയത്തിനോട് എന്നും എനിക്ക് പ്രണയമായിരുന്നു. എന്നിട്ടും എന്നെ പ്രണയിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ഒരുതരം അറപ്പാണ് ഓർമ്മ വെച്ച നാൾ മുതൽ പലരിലും കണ്ടത്. സഹതാപം കൊണ്ടുള്ള സ്നേഹവും കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സ്നേഹത്തിന് സൗഹൃദത്തിൽ കവിഞ്ഞൊരർത്ഥം കണ്ടെത്താൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. പ്രണയിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവൾ അതായിരുന്നല്ലോ ഞാൻ. ഒരിക്കലും അല്ല. കൗമാരക്കാലം മുതൽ ഒരാളുമായി ഞാൻ അഗാധ പ്രണയത്തിലല്ലേ? ആ എഴുത്തുകാരൻ്റെ വരികളിലൂടെ അയാളെയല്ലേ ഞാൻ പ്രണയിച്ചിരുന്നത്. മോളെ, നീ ഇതുവരെ റെഡിയായില്ലേ? കട്ടിലിൽ കിടക്കുന്ന അവളുടെ സാരി കണ്ട് വാതിൽ തുറന്നു വന്ന അമ്മ ചോദിച്ചു. ലച്ചു പുറത്തെ കാഴ്ചയിൽ നിന്നും കണ്ണുമാറ്റി അമ്മയെ നോക്കി. അതിനു മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കി. അമ്മ അടുത്തു വന്ന് അവളുടെ തലയിൽ തലോടി. അച്ചു, അവർ എത്താറായി. മോള് സാരി എടുത്ത് ഒന്നൊരുങ്ങിയേ. എന്തിനാ അമ്മേ? എത്ര തവണയായി ഞാൻ ഈ വേഷം കെട്ടാൻ തുടങ്ങിയിട്ട്? അമ്മയ്ക്ക് വേണ്ടി, ഈ ഒരു തവണത്തേക്ക് കൂടി. അമ്മ പ്രതീക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അമ്മയുടെ മുഖം കണ്ടിട്ട് വേണ്ടെന്ന് പറയാൻ അവളുടെ നാവ് പൊന്തിയില്ല. യാന്ത്രികമായി അവൾ തലയാട്ടി. അമ്മ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് സന്തോഷത്തോടെ പുറത്തേക്ക് പോയി. അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷത്തിന് വേണ്ടി മാത്രമാണല്ലോ മകളായി ഞാൻ പെണ്ണ് കാണലെന്ന ഈ പ്രഹസനത്തിന് നിന്നുകൊടുക്കുന്നത്. കെട്ടിക്കാൻ നിനക്ക് താഴെ ഒരാൾ വളർന്നു വരുന്നുണ്ടെന്ന അവരുടെ ഭീഷണിക്ക് മുന്നിൽ എൻ്റെ വാശിക്ക് ഒരു സ്ഥാനവുമില്ല. പക്ഷെ അവർ മറന്നു പോകുന്ന ഒന്നുണ്ട്. ഓരോ പ്രാവശ്യവും വന്ന് കണ്ടുപോകുന്നവരും ചേച്ചി വേണ്ട, അനിയത്തിയാണെങ്കിൽ കെട്ടാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ മുറിവേൽക്കുന്ന എൻ്റെ ഹൃദയം. ആർക്കും വേണ്ടാത്തവളായി ഞാൻ മാറിയത് എൻ്റെ തെറ്റാണോ? 1.5 വയസ്സുള്ളപ്പോൾ മണ്ണെണ്ണ വിളക്കിൽ നിന്നും തീ പടർന്ന ദേഹത്തിൻ്റെ 3/4 ഭാഗവും മാരകമായ രീതിയിൽ പൊള്ളലേറ്റിട്ടും ജീവനോടെ തിരിച്ചു വന്നത് എൻ്റെ തെറ്റാണോ? ഒന്നും ആരുടെയും തെറ്റല്ല. അമ്മയെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും അമ്മയുടെ ശ്രദ്ധക്കുറവാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴെല്ലാം ഞാൻ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. മനഃപൂർവ്വം എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എന്നെപ്പോലെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവർ പരിഹസിക്കും. അതാണ് ലോകം. ഇന്നും എന്നെ കുറ്റബോധത്തോടെ നോക്കുന്ന അമ്മ മാത്രമാണ് എൻ്റെ ഏക വേദന. സാരി ഒരുവിധം ഉടുത്തു. മനസ്സില്ലാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. പൊള്ളലുള്ള മുഖത്തിൻ്റെ പകുതി ഭാഗം കൈകൊണ്ട് മറച്ച് അവൾ കണ്ണാടിയിലേക്ക് നോക്കി. കവിളിലും താടിയിലുമാണ് മുഖത്ത് പൊള്ളലുള്ളത്. കഴുത്തിൻ്റെ 3/4 ഭാഗത്തോളം പൊള്ളിയിട്ടുണ്ട്. ഇരു കൈകളിലും മാറിടങ്ങളിലും കാലുകളിലുമായി ശരീരത്തിൻ്റെ 3/4 ഭാഗത്തോളം പൊള്ളൽ കാർന്നിട്ടുണ്ട്. കുറച്ചു നേരം നോക്കി നിന്നതിനു ശേഷം അവൾ മുഖത്തു നിന്നും കൈകൾ എടുത്തു മാറ്റി. പൂർണ്ണചന്ദ്രനെ കാർമേഘങ്ങൾ മറച്ചതുപോലെ അവളുടെ മുഖം മങ്ങി. അവൾക്ക് ചെമ്പൻ നിറമാണ്. കട്ടിയുള്ള പുരികവും വിടർന്ന കണ്ണുകളും അവളുടെ ഭംഗി കൂട്ടി. പൊള്ളിയുണ്ടായ പാടുകളിൽ കൂടി വിരലോടിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നീർത്തെളിഞ്ഞു. ചേച്ചി! കണ്ണമർത്തി തുടച്ചിട്ട് അവൾ തിരിഞ്ഞു നോക്കി. ചേച്ചി, അവർ വന്നിട്ടുണ്ട്. അമ്മ വരാൻ പറഞ്ഞു. മോള് പൊയ്ക്കോ, ചേച്ചി വന്നേക്കാം. കൂടുതലൊന്നും പറയാതെ അഞ്ജിത തിരിഞ്ഞു നടന്നു. എന്നെക്കാളും 2 വയസ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അവൾക്ക്. ഞാനിങ്ങനെ നിന്നു പോയത് കാരണം അവൾക്കും കല്യാണമൊന്നും നടക്കുന്നില്ല. അതിൻ്റെ ചെറിയൊരു നീരസം ഈയിടെയായി അവൾക്ക് എന്നോടുണ്ട്. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല.
നല്ലൊരാലോചന വന്നിരിപ്പുണ്ട്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ അവളുടേത് നടക്കുകയുള്ളൂ എന്ന വാശിയിലാണ് അച്ഛൻ. കണ്ണാടിയിൽ നിന്ന് ഒരു പൊട്ടെടുത്ത് നെറ്റിയിൽ വെച്ചു. മുടി മൊത്തത്തിൽ പിടിച്ച് ഒരു ക്ലിപ്പിട്ടു. എന്നിട്ട് വിറയ്ക്കുന്ന കാലടികളോടെ അടുക്കളയിലേക്ക് നടന്നു. അമ്മയുടെ പുറകെ ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ ഇനിയും എത്ര നാൾ ഇങ്ങനെ വേഷം കെട്ടണമെന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയിരുന്നു. ഇതാണ് എൻ്റെ മൂത്ത മകൾ അശ്വതി. അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടും മുന്നിലിരിക്കുന്ന ആളെ തല ഉയർത്തി നോക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. മറ്റൊന്നും കൊണ്ടല്ല, പല ആവർത്തി അനുഭവം ഉള്ളതുകൊണ്ട് വന്നിരിക്കുന്നവരുടെ മുഖഭാവം എന്താണെന്ന കാര്യത്തിൽ എനിക്കൊരു ഊഹമുണ്ട്. മോള് അകത്തേക്ക് പൊക്കോളൂ, അച്ഛൻ പറഞ്ഞത് കേട്ട് ഞാൻ ആശ്വാസത്തോടെ തിരിഞ്ഞു നടന്നു. പയ്യനെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ? തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ പരിചയമില്ലാത്തൊരു സ്വരം കേട്ടു. ചിലപ്പോൾ ചെറുക്കൻ്റെ ആരെങ്കിലും ആകാം. അതിനെന്താ, ആയിക്കോട്ടെ. അച്ഛൻ്റെ മറുപടി കൂടി കേട്ടതോടെ അവൾ വേഗം മുറിയിലേക്ക് നടന്നു. ഇതിനു മുൻപ് വന്നവരാരും എന്നെ കണ്ടതിനു ശേഷം സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആളെ ഒന്ന് നോക്കിയതുപോലും ഇല്ലല്ലോ. എന്നെ കണ്ടു കഴിയുമ്പോൾ തന്നെ പോകുമെന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും എന്നോട് സംസാരിക്കാൻ ഇവിടേക്ക് വരുമല്ലോ, അപ്പോൾ കാണാം. എന്നാലും എന്താകും എന്നോട് ചോദിക്കാനുള്ളത്? അവളുടെ ഹൃദയം പതിവിന് വിപരീതമായി പ്രത്യേക താളത്തിൽ മിടിക്കാൻ തുടങ്ങി. എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ? ഒരു നിശ്വാസത്തോടെ അവൾ ജനാലക്കമ്പികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു. അടുത്തടുത്ത് വരുന്ന പദവിന്യാസം കേട്ടിട്ടും തിരിഞ്ഞു നോക്കാനാകാതെ, ഹൃദയത്തിൻ്റെ ഭാഷ മനസ്സിലാകാതെ അവൾ പുറത്തെ കാഴ്ചകളിൽ തറഞ്ഞു നിന്നു. അശ്വതി, തിരിഞ്ഞു നോക്കണോ? നോക്കാതെ ഇരുന്നാൽ അത് അപമര്യാദയാകില്ലേ? മനസ്സിൽ നടന്ന പിടിവലികൾക്കൊടുവിൽ അവൾ അവന് നേരെ നടന്ന് തിരിഞ്ഞു തല താഴ്ത്തി നിന്നു. തനിക്കെന്നെ കാണണ്ടേ? നേരത്തെയും എൻ്റെ മുഖത്തിയാൾ നോക്കിയില്ലല്ലോ. ആദ്യമായിട്ടാണ് ഈ സ്വരം കേൾക്കുന്നതെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ എവിടെയൊക്കെയോ പോയി ആ ശബ്ദം പ്രതിധ്വനിക്കുന്നു. ആത്മാവിന് സുപരിചിതമെന്ന പോലെ ആ സ്വരം അവൾക്ക് ചുറ്റും വലയം ചെയ്തു. തല ഉയർത്തി ഒന്ന് നോക്കിയേ ഉള്ളൂ. അവൾ ഞെട്ടി പിന്നോക്കം മാറി. ദേവൻ, തനിക്കെന്നെ അറിയാമോ? അവൻ്റെ സ്വരത്തിൽ ആകാംക്ഷയുണ്ട്. അത് ഞാൻ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. നന്നായി. അശ്വതി ദേവൻ്റെ മുഖത്ത് തന്നെ കണ്ണു നട്ടു നിന്നു. അവൻ്റെ ഓരോ ഭാവങ്ങളും അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഇത്രയും നാൾ മനസ്സിൽ ഉടവ് തട്ടാതെ സൂക്ഷിച്ച വിഗ്രഹം ഒരു നിമിഷം കൊണ്ട് വീടുടഞ്ഞു പോകുമോ എന്നവൾ ഭയപ്പെട്ടു. എന്താടോ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ. താൻ ഏതുവരെ പഠിച്ചു? MA മലയാളം. അപ്പോൾ എൻ്റെ വിഷയം തന്നെ. അല്ല, ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ശ്രമിക്കുന്നുണ്ട്. തനിക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഇല്ല. അതെന്താ? എന്തിനാ വെറുതെ? ഇവിടുന്ന് പോയാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണാനേ പോകുന്നില്ലല്ലോ. അതെന്താ അങ്ങനെ? ഇതിനു മുൻപ് വന്നു പോയിട്ടുള്ളവരെല്ലാം അങ്ങനെ ആയിരുന്നു. ഒന്ന് മൂളിയിട്ട് ദേവൻ തിരികെ നടന്നു. വാതിൽപ്പടിയിലെത്തി തിരിഞ്ഞു നോക്കി അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നമ്മൾ തമ്മിൽ ഇനിയും കാണും, നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന്. അവിശ്വസനീയതയോടെ അവൻ പോയ വഴിയെ നോക്കി അവൾ നിന്നു. കാറിൻ്റെ ശബ്ദം അകന്നു പോകുന്നത് കേട്ട് അശ്വതി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അമ്മയും അച്ഛനും അഞ്ജിതയും ഹാളിൽ നിന്ന് സംസാരിക്കുകയാണ്. പയ്യൻ കൊള്ളാല്ലേ, നല്ല പെരുമാറ്റം. 100 പവന് ഈ വീടും അശ്വതി മോക്ക് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അച്ഛൻ്റെ സംസാരം കേട്ട് ഹാളിലേക്ക് ചലിച്ച അശ്വതിയുടെ കാലുകൾ നിശ്ചലമായി. കാതുകൾ കൊട്ടിയടച്ചതുപോലെ അവൾക്ക് തോന്നി. അലച്ചു വന്ന കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. ദേഷ്യം കൊണ്ടും വിഷമം കൊണ്ടും വല്ലാത്തൊരവസ്ഥയിൽ നിരാശയോടെ അവൾ കണ്ണാടിയിൽ കണ്ട തൻ്റെ രൂപത്തിലേക്ക് മിഴികൾ നട്ടു. ശരീരത്തിൽ നിന്നും സാരി പറിച്ചെറിഞ്ഞ് പൊള്ളി വികൃതമായ ശരീരത്തിലേക്ക് അവൾ നോക്കി. കണ്ണിൽ നിന്നുതിർന്ന കണ്ണുനീർ മാറി നനച്ച് താഴേക്കൊഴുകിയിറങ്ങിയപ്പോൾ പൊള്ളി ഉണങ്ങിയ പാടുകളിൽ നിന്നും വീണ്ടും വേദന ഉറവയെടുത്തു. ഇത്രയും കാലം ആരാധിച്ച വിഗ്രഹം ഒരു നിമിഷം കൊണ്ട് വീണു തകർന്നു. സ്ത്രീ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തുന്ന മഹാൻ കാണാൻ വിരൂപിയായ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചപ്പോഴേ ഞാൻ ഓർക്കണമായിരുന്നു, അത് പണത്തൂക്കത്തിൻ്റെ മേന്മ കൊണ്ടാകുമെന്ന്. ഒരു നിമിഷമെങ്കിലും ഞാൻ അരുതാത്തത് എന്തൊക്കെയോ ആഗ്രഹിച്ചു പോയല്ലോ ഭഗവാനെ. ഒന്നും വേണ്ടിയിരുന്നില്ല ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ. ഉണ്ടായിരുന്നില്ലെങ്കിൽ നിശബ്ദമായി ഞാൻ നിങ്ങളെ ആരാധനയോടെ പ്രണയിക്കുമായിരുന്നു. എന്നാൽ എല്ലാം അവസാനിച്ചില്ലേ? നിങ്ങളെപ്പോലെ ഒരുവനെ ഒരിക്കൽ ആരാധിച്ചിരുന്നല്ലോ എന്നോർത്താണ് എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ് എനിക്കിപ്പോൾ. നിലത്തൂർന്നിരുന്ന് കട്ടിലിൽ തലവെച്ച് കഴിഞ്ഞുപോയ നിമിഷങ്ങളെ ശപിച്ചുകൊണ്ട് അവൾ ഏങ്ങി. ഏറെ നേരത്തിനു ശേഷം അമ്മ വാതിലിൽ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഞെട്ടി എഴുന്നേറ്റത്. നിലത്ത് കിടന്ന സാരി വാരിച്ചുട്ടി കണ്ണുകൾ അമർത്തി തുടച്ചിട്ട് അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു. അവളുടെ കോലം കണ്ട അമ്മ സംശയത്തോടെ അകത്തേക്ക് കയറി.
എന്താ മോളെ, എന്താ നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത്? ഒന്നുമില്ല, നല്ല തലവേദന. കുറച്ചു നേരം കിടന്നാൽ മതി, മാറും. പിന്നെ പയ്യനും വീട്ടുകാർക്കും ഒക്കെ നിന്നെ ഇഷ്ടപ്പെട്ടു. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണമെന്ന അച്ഛൻ്റെ തീരുമാനം. അച്ഛന് പേടിയാ, എങ്ങാനും ഈ കല്യാണം തട്ടിമാറി പോകുമെന്ന്. അമ്മയുടെ മോൾക്ക് സന്തോഷമായില്ലേ? എന്തിനാ അമ്മേ ഞാൻ സന്തോഷിക്കേണ്ടത്? പണവും സ്വർണവും ഒക്കെ മോഹിച്ചല്ലേ അയാൾ എന്നെ കിട്ടുന്നത്, അല്ലാതെ ആത്മാർത്ഥ പ്രണയം കൊണ്ടൊന്നും അല്ലല്ലോ. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട് വന്ന കൂട്ടരാ, പിന്നെ നിനക്ക് തരാൻ വേണ്ടി കരുതി വെച്ചിരുന്നത് തന്നെയാണ് തരുന്നത്. ഹോ, കിട്ടാനുള്ളതൊക്കെ അറിഞ്ഞിഷ്ടപ്പെട്ട് വന്നതാകും. നീ അനാവശ്യം പറയരുത്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് വന്നവർക്കും ഇതൊക്കെ കൊടുക്കുമായിരുന്നല്ലോ. അവരാരും സമ്മതിച്ചില്ലല്ലോ. ഇപ്പം തോന്നുന്നു അവരൊക്കെ ആത്മാഭിമാനം ഉള്ളവരായിരുന്നുവെന്ന്. അതിനു മറുപടി പറയാതെ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് അമ്മ മുറിവിട്ടുപോയി. വാതിൽ തുറന്നപ്പോൾ അച്ഛനും അഞ്ചുവും പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ എല്ലാം കേട്ടുവെന്ന് വ്യക്തമാണ്. ദേവൻ ഗവൺമെൻറ് സ്കൂളിലെ മലയാളം മാഷാണ്. അവന് ജീവിക്കാൻ ഇവിടുന്ന് കൊടുത്തിട്ട് വേണ്ട. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച കല്യാണത്തിന് തയ്യാറായിക്കൊള്ളൂ. ഇതിൽ ഇനി ഒരു എതിരഭിപ്രായം ആരും പറയണ്ട. അച്ഛൻ ആരുടെയും മുഖത്ത് നോക്കാതെ പറഞ്ഞിട്ട് പോയി. അമ്മയും അഞ്ചുവും അച്ഛന് പുറകെ പോയി. എന്തൊക്കെയാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്? ഒന്നും വേണ്ടായിരുന്നു. എന്നാലും ദേവേട്ടനെ പോലെ സമൂഹത്തിൽ നല്ലൊരു സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് എന്നെപ്പോലെ ഒരു ഭാര്യയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് എന്നെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത്? അലമാരയിൽ അടുക്കി വെച്ചിരുന്ന പുസ്തകത്തിൽ നിന്നും ദേവൻ്റെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം വലിച്ചെടുത്തു. താളുകൾ മറിച്ചു. മാമ്പൂവിൻ്റെ നിറമാണവൾക്ക്. കല്യാണ സൗഗന്ധികത്തിനെ പോലെ മനമയക്കുന്ന ഗന്ധം പേറുന്നവൾ, തുമ്പപ്പൂവിൻ്റെ നൈർമല്യമുള്ളവൾ, നീല ശംഖുപുഷ്പം വിടർന്നതുപോലെയുള്ള കരിനീല കണ്ണുകളുള്ളവൾ, പനിനീർ പൂവിതളുകൾ പോലെ ലോലമായ അധരങ്ങളുള്ളവൾ, കുളിച്ചീറനായി ഇരവ് പോലും നാണിക്കുന്ന കേശഭാരത്തിൽ തുളസിപ്പൂവ് ചൂടിയവൾ, കിളിനാദത്തിൽ എൻ്റെ കാതോരം നീ മാത്രമാണ് എൻ്റെ പ്രണയവും ജീവിതവും എന്ന് മന്ത്രിക്കുന്നവൾ, എന്നോടുള്ള പ്രണയത്തിൻ്റെ രക്തം വഹിക്കുന്ന നീല ഞരമ്പുകളോടിയ മാറിടത്തിൽ എൻ്റെ പേരെനിക്ക് കോറിയിടണം. നിന്റെ ആലില വയറിൽ ഒരു കുഞ്ഞു ജീവൻ്റെ മുദ്ര എനിക്ക് പതിപ്പിക്കണം. എൻ്റെ പ്രണയം ഇവളോടാണ്. കണ്ണുകളിൽ നാണമൊളിപ്പിച്ച് എൻ്റെ സ്പർശനമേൽക്കുമ്പോൾ വിവശയായി എൻ്റെ മാറിലൊളിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ അംശത്തോട്. ബുക്കടച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ ജനാലയ്ക്കടുത്തേക്ക് നടന്നു. എന്തൊരു വിരോധാഭാസമാണ് വിധി എനിക്ക് നേരെ വെച്ച് നീട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കല്പവും എൻ്റെ രൂപവും വിപരീത ദിശകളിലാണല്ലോ. ചേച്ചി, അഞ്ജുവിൻ്റെ വിളി അച്ചുവിനെ ഓർമ്മകളിൽ നിന്നും വിളിച്ചുണർത്തി. എന്താ മോളെ, ഇന്ന് വന്ന ചേട്ടനെ ചേച്ചിക്ക് ഇഷ്ടമായില്ലേ? അത് മോളെ, ഇല്ല, ചേച്ചിക്ക് കുഴപ്പമില്ല. അച്ഛനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. മാത്രമല്ല, ഇനിയും ചേച്ചി കാരണം എൻ്റെ അനിയത്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എൻ്റെ കാര്യം ഓർത്താണ് ചേച്ചി ഇതിന് സമ്മതിച്ചതെങ്കിൽ വേണ്ട, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ആൾ വരുമ്പോൾ മാത്രം സമ്മതിച്ചാൽ മതി. എനിക്കിപ്പോൾ എൻ്റെ ചേച്ചിയെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് വിധിയെങ്കിൽ ഇത് നടക്കട്ടെ മോളെ. ചേച്ചിയായിട്ട് അതിനൊരു മുടക്കം പറയില്ല. നല്ല ചേട്ടൻ തന്നെ ചേച്ചി, നല്ല പെരുമാറ്റം. എന്തുകൊണ്ടും എൻ്റെ ചേച്ചിയെ നന്നായി തന്നെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അഞ്ജു പറഞ്ഞിട്ട് തലയാട്ടി കേട്ട് അച്ചു അവൾക്കൊരു വരണ്ട ചിരി സമ്മാനിച്ചു. അഞ്ജു മുറിയിൽ നിന്നും പോയിട്ടും അവൾ അതേ നിൽപ്പ് തുടർന്നു. പാവം എൻ്റെ അനിയത്തിക്കുട്ടി, അവൾക്ക് എന്നോട് സ്നേഹമാണെന്ന് എനിക്കറിയാം. ഇനിയെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ ഞാൻ തടസ്സമാകാൻ പാടില്ല. കല്യാണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഓരോ പെൺകുട്ടികൾക്കും സ്വപ്നം കാണാനും മോഹക്കൊട്ടാരങ്ങൾ പണിതുയർത്താനുമുള്ള സമയമാണ്. പക്ഷേ എൻ്റെ കണ്ണുകൾ മാത്രം എന്താണ് തോരാതെ പെയ്യുന്നത്? അമ്മ പലയാവർത്തി പറഞ്ഞു തന്നതല്ലേ, ഒരു പൈസ പോലും അവർ സ്ത്രീധനം ചോദിച്ചില്ല. എനിക്ക് തരുന്നതൊക്കെ അച്ഛൻ്റെ ഇഷ്ടത്തിന് തരുന്നതാണെന്ന്. എല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് ദേവേട്ടനെ കുറ്റപ്പെടുത്തുന്നത്? എൻ്റെ അപകർഷതാബോധമല്ലേ എന്നെ അതിന് പ്രേരിപ്പിക്കുന്നത്? നാളെ ഈ നേരത്ത് ദേവേട്ടനോടൊപ്പം ഒരു മുറിയിൽ ആലോചിക്കാൻ കൂടി എനിക്ക് കഴിയുന്നില്ല. ഒരിക്കലും ഇങ്ങനെയൊന്നും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെങ്കിൽ ഇന്ന് ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനാകുമായിരുന്നില്ലേ? ആരാധിച്ച പ്രണയിച്ച പുരുഷനെ തന്നെയല്ലേ എനിക്ക് ഭർത്താവായി ലഭിക്കാൻ പോകുന്നത്? പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി നിന്നു. ചിന്തകളിലേക്കും ആ ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ അച്ചു കട്ടിലേക്കിരുന്നു. മേശപ്പുറത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാഗുകളിലേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് സ്വന്തമായതെല്ലാം കെട്ടിപ്പെറുക്കി ഒരു യാത്ര. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ തലയിണയിലേക്ക് തലചായ്ച്ചു.
അമ്പലനടയിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വിവാഹവേഷത്തിൽ ദേവന്റെ അടുത്ത് നെഞ്ചിടിപ്പടക്കി അവൾ നിന്നു. പല സ്ഥലങ്ങളിൽ നിന്നും മുറുമുറുപ്പുകൾ ഉയർന്നെങ്കിലും അവൾ മനഃപൂർവ്വം അതെല്ലാം കേട്ടില്ലെന്ന് നടിച്ചു. അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളിലേക്ക് പാറി വീഴുന്നത് പലപ്പോഴും കണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടിച്ച് അവൾ നിന്നു. ദേവന്റെ താലിയും സിന്ദൂരവും കണ്ണുകളടച്ച് ഏറ്റുവാങ്ങുമ്പോൾ മരണം വരെയും ഇതൊന്നും തന്നിൽ നിന്നും അടർത്തി മാറ്റരുതെന്ന് പ്രാർത്ഥിക്കാനാണ് അവൾക്ക് തോന്നിയത്. അവൻ്റെ കഴുത്തിൽ ഹാരം അണിയിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ ആ മിഴികളുമായി നിമിഷനേരത്തേക്ക് ഉടക്കി നിന്നു. അച്ഛനോടും അമ്മയോടും അഞ്ജുവിനോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറിയപ്പോൾ കണ്ണുനീരൊപ്പി ദേവൻ അവളെ ചേർത്ത് പിടിച്ചു. ജീവിതത്തിൽ ആദ്യമായി അച്ഛനല്ലാതെ ഒരു പുരുഷന്റെ സംരക്ഷണം അവൾ അറിഞ്ഞു. കൈകൾ തട്ടിയെറിയണമെന്നുണ്ടെങ്കിലും ശരീരം അതിനോട് പ്രതികരിക്കുന്നില്ല. പഴയൊരു തറവാടിൻ്റെ മുറ്റത്തേക്ക് കാർ ഓടിക്കയറി. കാറിൽ നിന്നും ഇറങ്ങാൻ ദേവൻ നീട്ടിയ കൈകൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണ്ടെന്ന് പറയാൻ അശ്വതിക്ക് കഴിഞ്ഞില്ല. അവൻ കാറിൽ നിന്നും കരുതലോടെ അവളെ പിടിച്ചിറക്കി. നിറഞ്ഞ ചിരിയോടെ മുന്നിൽ കത്തിച്ചു വെച്ച നിലവിളക്കുമായി നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അവളുടെ മനസ്സൊന്ന് തണുത്തു. നിറഞ്ഞ മനസ്സോടെ അമ്മയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് ആ വീടിൻ്റെ മരുമകളായി അവൾ അകത്തേക്ക് കയറി. പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ കണ്ട് തല താഴ്ത്തി അവൾ അമ്മയുടെ അടുത്തേക്ക് നടന്നു. രാത്രിയിൽ അമ്മയുടെ കയ്യിൽ നിന്നും വിറയ്ക്കുന്ന കൈകളോടെ പാൽ ഗ്ലാസും വാങ്ങി മുറിയിലേക്ക് നടക്കുമ്പോൾ പ്രക്ഷുബ്ധമായ കടൽ പോലെ മനസ്സിൽ ചിന്തകൾ അലയടിച്ചുകൊണ്ടിരുന്നു. പാതിചാരിയ വാതിൽ പതുക്കെ തുറന്ന് അവൾ അകത്തേക്ക് കയറി. മണിയറയിലെ അലങ്കാരങ്ങളിലേക്ക് അവൾ പുച്ഛത്തോടെ നോക്കി. എന്തിനു വേണ്ടിയാണ് ആദ്യ രാത്രി എന്ന പ്രഹസനം? എൻ്റെ ശരീരത്തിൽ തൊടാൻ തന്നെ ദേവേട്ടന് മടി തോന്നും. പൊള്ളി തൊലി വലിഞ്ഞ കൈകളിലേക്കും ശരീരത്തിലേക്കും അവളുടെ കണ്ണുകൾ പാഞ്ഞു. പാലിൻ്റെ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ കട്ടിലിൽ കയറി കിടന്ന് കണ്ണുകൾ അടച്ചു. ദേവൻ പുറത്തുനിന്ന് വന്നതും വാതിൽ കുറ്റിയിട്ടതും നിരാശയോടെ അവളെ നോക്കിയിട്ട് ലൈറ്റണച്ചു. അരികത്തായി കിടന്നതുമെല്ലാം ഉറക്കം നടിച്ചു കിടന്ന അവൾ വ്യക്തമായി അറിഞ്ഞു. കൺകോണിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ പുതപ്പിൻ്റെ അറ്റം പിടിച്ച് അമർത്തി തുടച്ച് അവൾ കട്ടിലിൻ്റെ ഓരം പറ്റി കിടന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും അവളുടെ അവഗണന തുടർന്നു. അമ്മയോട് നന്നായി സംസാരിക്കുന്ന അവൾ തൻ്റെ മുന്നിലെത്തുമ്പോൾ മാത്രം നിശബ്ദ ആകുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് പതിവ് തെറ്റിച്ച് അവൾക്ക് മുമ്പ് ദേവൻ മുറിയിൽ അവൾ വരുന്നത് നോക്കിയിരുന്നു. മുറിയിൽ ദേവൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിറയ്ക്കുന്ന ചുവടുകളോടെ അവൾ മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. കട്ടിലിരിക്കുന്ന ദേവനെ കണ്ടതായി ഭാവിക്കാതെ അവൾ ജനാലയ്ക്കടുത്തേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു. പിൻകഴുത്തിൽ നിശ്വാസം അടിച്ചപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് അവൾ അവനെ കടന്നു പോകാനായി ശ്രമിച്ചെങ്കിലും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ മുന്നിലേക്ക് നിർത്തി. അച്ചു, നിന്റെ ഈ ഒളിച്ചുകളി നിർത്തിക്കൂടെ? എന്താ നിന്റെ പ്രശ്നം? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി നീ ഒരു വാക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? അതും പോട്ടെ, ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു. നീ എന്തിനാ എപ്പോഴും എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? എന്നെ വിടുതേ വേട്ട, എനിക്ക് കിടക്കണം. എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തന്നതിന് ശേഷം നിനക്ക് പോകാം. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകാം. അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എന്തിനു വേണ്ടിയാ ദേവേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്? എൻ്റെ അച്ഛൻ തരാമെന്ന് പറഞ്ഞ സ്വത്തിനു വേണ്ടിയാണോ? അശ്വതി! ഉയർന്നു കേട്ട ദേവൻ്റെ ശബ്ദത്തിൽ അവൾ ഞെട്ടി പിന്നോട്ട് മാറി. നിന്റെ സ്വത്തും പണവും മോഹിച്ചല്ല നിന്നെ ഞാൻ സ്വന്തമാക്കിയത്. നിന്നിൽ നിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അശ്വതി. എന്നെ മനസ്സിലാക്കുന്ന, സുഖത്തിലും ദുഃഖത്തിലും എന്നോടൊപ്പം ചേർന്നിരിക്കുന്ന ഒരു കൂട്ടിനു വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അത് നിന്നിൽ നിന്നും ലഭിക്കുമെന്ന് കരുതിയത് എൻ്റെ തെറ്റ്. അവസാന വാചകം പറഞ്ഞപ്പോൾ ദേവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അശ്വതിയെ നോക്കാതെ മുറിയിൽ നിന്നും ഇറങ്ങി വാതിലടച്ച് അവൻ പുറത്തേക്ക് നടന്നു. പറഞ്ഞതൽപ്പം കൂടിപ്പോയെന്ന് മനസ്സിലായ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ താഴെ കൂർന്നിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇത്രയും പരുക്കനായി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്? എന്നെ ഒരു നോക്കുകൊണ്ട് പോലും ഇവിടെ വന്നതിന് ശേഷം നോവിച്ചിട്ടില്ല. ഇത്രയും ദിവസം ഞാൻ അവഗണിച്ചിട്ടും ക്ഷമയോടെ കാത്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഥകൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ദൈവമേ. രാത്രി ഏറെ വൈകിട്ടും ദേവനെ കാണാത്തതുകൊണ്ട് അശ്വതി പുറത്തേക്കിറങ്ങി. മുറ്റത്ത് കല്ല് പാകി വളച്ചു കെട്ടിയ മാവിൻ്റെ ചുവട്ടിൽ ആകാശം നോക്കിക്കിടക്കുന്ന അവനരികിലേക്ക് നടന്നു. നല്ല തണുപ്പുണ്ട്, അകത്ത് വന്ന് കിടന്നോളൂ. ഇവിടെ കിടന്ന് പനി പിടിപ്പിക്കണ്ട. അച്ചുവിനെ രൂക്ഷമായി നോക്കിയിട്ട് ദേവൻ എഴുന്നേറ്റിരുന്നു. നീ പോയി കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്തത് പലതും ജീവന് തുല്യം സ്നേഹിക്കുന്നവരുടെ വായിൽ നിന്നും കേട്ടാൽ പാടെ തകർന്നു പോകും. ഞാനും ഇപ്പോൾ ആ അവസ്ഥയിലാണ്. അതിന് കാരണം ഞാനാണോ? നിനക്ക് എന്തു തോന്നുന്നു? അപ്പോൾ എൻ്റെ അവസ്ഥയോ? കഥകളിലൂടെ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവം വിവരിക്കുന്ന
സൗന്ദര്യത്തെ ആരാധിക്കുന്ന, വായനക്കാരുടെ മനസ്സിൽ പോലും വാക്കുകൾ കൊണ്ട് പ്രണയകാലമൊരുക്കുന്ന എഴുത്തുകാരൻ. എന്നെപ്പോലെ ഒരുവളെ ജീവിതത്തിലേക്ക് കൈപിടിക്കാൻ തയ്യാറായി എന്നതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിശ്വസനീയതയോടെ ദേവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവളെ നോക്കി. നീ നീ എന്തൊക്കെയാ പറയുന്നത്? കൗമാരകാലം മുതൽ ഞാൻ ആരാധിച്ചിരുന്നതാ ഈ എഴുത്തുകാരനെ. ഓരോ കഥകളും അതിലെ വാചകങ്ങളും ഇപ്പോഴും നെഞ്ചിലിട്ട് ആരാധിക്കുന്നതാ ആ എന്നോട്. അവൾ വിതുമ്പിക്കൊണ്ട് നിർത്തി. അച്ചു, കഥകളല്ല ജീവിതം. ജീവിതം ജീവിച്ചറിയാനുള്ളതാണ്. കഥകൾക്കുള്ളിൽ ചോദ്യങ്ങളില്ല. പക്ഷെ ജീവിതത്തിൽ എല്ലാത്തിനും നമ്മൾ ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ. എൻ്റെ കഥകളിൽ ഞാൻ വർണ്ണിച്ചിരിക്കുന്ന സ്ത്രീകളുടെ ബാഹ്യ സൗന്ദര്യം മാത്രമേ നീ വായനയിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അവിടെയാണ് നിനക്ക് തെറ്റിയത്. എൻ്റെ നായികമാരെല്ലാം ബാഹ്യ സൗന്ദര്യത്തിലുപരി ആന്തരിക സൗന്ദര്യമുള്ളവരായിരുന്നു. നിൻ്റെയും ആന്തരിക സൗന്ദര്യമാണ് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ അല്ല, നിന്നെ ഞാൻ ആദ്യമായി കാണുന്നത്. അതിനു എത്രയോ മുൻപ് ഞാൻ നിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. നിന്നിലൂടെ ഞാൻ അറിയാൻ ശ്രമിച്ചത് നിന്റെ മനസ്സിനെയായിരുന്നു. അവിടുത്തെ നന്മ കണ്ടിട്ടാണ് ഞാൻ നിന്നെ പ്രണയിച്ചത്. ബാഹ്യ സൗന്ദര്യം പുറമോടി മാത്രമാണ്. ജീവിതത്തിൽ മനസ്സറിഞ്ഞ് സ്നേഹിക്കണമെങ്കിൽ മനസ്സിൽ നന്മയുള്ള പെണ്ണിനെ തന്നെ വേണം. അതെൻ്റെ അച്ചൂട്ടിയിൽ ആവോളം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. നിന്റെ ഉള്ളിലെ അപകർഷതാബോധമായിരുന്നു ആദ്യം ഞാൻ തുടച്ചു നീക്കേണ്ടത്. ദേവൻ അച്ചുവിൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് പ്രണയാർദ്രമായി അവളെ നോക്കി. എന്നെ തൃപ്തിപ്പെടുത്താനുള്ള സൗന്ദര്യം എൻ്റെ പെണ്ണിൽ ആവോളം ഉണ്ട്. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി എൻ്റെ ഭാര്യ തന്നെയാണ്. മറ്റുള്ളവർ പറയുന്നതിലല്ല നമ്മുടെ ജീവിതം. അത് നമ്മൾ തീരുമാനിക്കും. ആരെന്ത് പറഞ്ഞാലും നീ ദേവൻ്റെ ഭാര്യയാണെന്ന് തല ഉയർത്തി തന്നെ പറയണം. മനസ്സിലല്പം പോലും കളങ്കയില്ലാതെയാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തിയത്. ഇനിയെങ്കിലും എന്നോട് കാണിക്കുന്ന ഈ അവഗണന നിർത്തിക്കൂടെ അച്ചു? ദേവേട്ട, എനിക്ക് മനസ്സിലാകും അച്ചു. കഥകളിലൂടെയാണ് നീ ജീവിതം കാണാൻ ശ്രമിച്ചത്. യഥാർത്ഥ ജീവിതം കാണണമെങ്കിൽ നമുക്ക് ചുറ്റും കണ്ണു തുറന്ന് നോക്കണം. ജീവിതത്തിലെ പല ഏടുകളും ചീന്തി നമുക്ക് കഥകളാക്കാം. പക്ഷെ അതിൽ ഭാവനയും കലർന്നിരിക്കും. ദേവനെന്ന വ്യക്തിയെ നീ എൻ്റെ കഥകളിലൂടെയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഞാൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെയാണ് നീ എൻ്റെ സങ്കല്പത്തെ വിലയിരുത്തിയത്. എന്നാൽ ഇപ്പോൾ ഞാനൊരു തുറന്ന പുസ്തകമായി നിനക്ക് മുന്നിലുണ്ട്. എൻ്റെ കഥകളിലൂടെ അറിഞ്ഞ എന്നെ വിട്ടിട്ട് ഞാൻ എന്ന പുസ്തകത്തെ ഒരിക്കൽ കൂടി വായിക്കാൻ നീ തയ്യാറാകില്ലേ? നിന്നിലൂടെ ഞാൻ കുടിയേറാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ആത്മാവിലേക്കാണ്. നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന പ്രണയം എല്ലാം എനിക്കായി നീ പകർന്നു നൽകില്ലേ? അച്ചു അവൻ്റെ കരവലയത്തിനുള്ളിൽ ഒതുങ്ങി അവൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടുനിന്നു. എന്നോട് ക്ഷമിക്കണം ദേവേട്ട. ഞാൻ ദേവേട്ടൻ്റെ മനസ്സിൻ്റെ വലിപ്പം കാണാൻ ശ്രമിച്ചില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ശരിയാണെന്ന് കരുതി ഓരോന്ന് ചിന്തിച്ചു കൂട്ടി. അറിവ് വെച്ച നാൾ മുതൽ ഞാൻ അനുഭവിച്ചതൊക്കെയാകാം എൻ്റേത് മാത്രമായൊരു ലോകം കെട്ടിപ്പടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ ലോകത്തിൽ എനിക്ക് കൂട്ടായി ദേവേട്ടൻ്റെ കഥകളായിരുന്നു ഉണ്ടായിരുന്നത്. ദേവേട്ടനോട് ആരാധനയിൽ കവിഞ്ഞൊരു പ്രണയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് സത്യം. ദേവൻ അച്ചു പറഞ്ഞത് വിശ്വസിക്കാനാകാതെ അവളെ നോക്കി. സത്യമാണ് ദേവേട്ട, എനിക്കിഷ്ടമായിരുന്നു ദേവേട്ടൻ്റെ എഴുത്തുകളിലൂടെ ഏട്ടനെ. അങ്ങനെ ഒരാൾ എൻ്റെ മുന്നിൽ വിവാഹ അഭ്യർത്ഥനയുമായി എത്തിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഓരോന്ന് ചിന്തിച്ചപ്പോൾ ദേവേട്ടൻ എന്നെ ഒപ്പം കൂട്ടുന്നതിന് പിന്നിലെ കാരണത്തിന് പുറകെ എൻ്റെ മനസ്സ് പാഞ്ഞു. അതിനിടയിൽ എനിക്ക് തോന്നിയതൊക്കെ എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ ആലോചിച്ചു കൂട്ടി. പക്ഷെ അപ്പോഴും ദേവേട്ടനോടുള്ള സ്നേഹം ഒരല്പം പോലും എൻ്റെ മനസ്സിൽ കുറഞ്ഞിരുന്നില്ല. കല്യാണത്തിന് ദേവേട്ടൻ മുന്നിൽ നിന്നത് നിറഞ്ഞ മനസ്സോടെ ആയിരുന്നെങ്കിലും ഈ നിമിഷം മനസ്സിലെ എല്ലാ കളങ്കവും കഴുകി ദേവേട്ടൻ്റെ പ്രണയമായി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അച്ചുവിൻ്റെ വാക്കുകളിൽ ദേവൻ്റെ മനസ്സ് നിറഞ്ഞു. അവളുടെ കണ്ണുകളിൽ കാണുന്ന തിളക്കവും നാണത്തിൽ കുതിർന്ന അവളുടെ പുഞ്ചിരിയും അവനോടുള്ള പ്രണയത്താലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അന്നൊരിക്കൽ കൃഷ്ണൻ്റെ നടയിൽ എനിക്ക് എതിർവശത്തായി തൊഴുതു നിൽക്കുന്ന പെൺകുട്ടിയെ ഞാൻ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചതാണ്. നിന്റെ മുഖത്തിൻ്റെ ഒരു വശം മാത്രമാണ് ഞാൻ അപ്പോൾ കണ്ടത്. നിന്റെ വിടർന്ന കണ്ണുകളാണ് എൻ്റെ ശ്രദ്ധ ആദ്യമായി പിടിച്ചു പറ്റിയത്. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൾ മാത്രം കണ്ണുകൾ തുറന്ന് കൈകൂപ്പി വിഗ്രഹത്തിൽ തന്നെ ലയിച്ചു നിൽക്കുന്നു. ഒരു വാക്കുപോലും ഉരിയാടിയില്ലെങ്കിലും വിടർന്ന് താഴേക്ക് വീഴാൻ വെമ്പുന്ന മിഴിനീർ നിറഞ്ഞ ആ കണ്ണുകൾ. കണ്ണനോടൊരായിരം കഥകൾ പറയാനുണ്ടായിരുന്നു. മനോഹരമായ ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയപ്പോൾ ആ മിഴിമുത്തുകൾ വീണ് പൊള്ളിയത് എൻ്റെ ഹൃദയത്തിലായിരുന്നു. നിന്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി സ്വയം മറന്ന് ഞാൻ നിന്നു. തൊഴുതു കഴിഞ്ഞ് പ്രസാദവും വാങ്ങി തിരിഞ്ഞപ്പോഴാണ് നിന്നെ ഞാൻ പൂർണ്ണമായും കണ്ടത്. കണ്ണനോട് നിറഞ്ഞ കണ്ണുകളാൽ ഓതിയ സങ്കടങ്ങൾ എന്തൊക്കെയാകുമെന്ന് ആ നിമിഷം എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു.
എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വയം ഒരു മറ തീർത്ത് അതിനുള്ളിൽ ഇരിക്കാൻ ശ്രമിക്കുന്ന നിന്റെ മനസ്സ് അവിടെ വെച്ചേ ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നെ ശ്രദ്ധിക്കാതെ അന്ന് നീ എന്നെ കടന്നു പോയപ്പോൾ ആ വിടർന്ന കണ്ണുകളിൽ എൻ്റെ രൂപം മാത്രം പ്രതിഫലിക്കണമെന്നും നിന്റെ മനസ്സിൽ എനിക്കായി ഒരിടം നേടിയെടുക്കണമെന്നും ആ ദിവസം തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു. അതേ അച്ചു, നിന്നെ ഞാൻ അന്നേ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ അവിടെയും നീ എന്നെ തോൽപ്പിച്ചു. ഞാൻ നിന്നെ കാണുന്നതിന് മുൻപേ നീ എന്നെ പ്രണയിച്ചു, ആരാധിച്ചു. നീ എൻ്റെ പുണ്യമാണ്. ദൈവത്തിൻ്റെ കാണാ നൂലുകൊണ്ട് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരാണ് നമ്മൾ. ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു തുറന്നു പറച്ചിലിൻ്റെ അഭാവത്തിൽ നഷ്ടപ്പെട്ടതോർത്ത് അവളുടെ ഉള്ളം തേങ്ങി. അത് മനസ്സിലായിട്ടെന്നോണം അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ വിരലുകൾ അവളുടെ പൊള്ളിയ കവിളിണകളെ തഴുകി അധരത്തിലെത്തി. മനസ്സിനേറ്റ പൊള്ളലിനുമേൽ മഞ്ഞുകണം വീണ അനുഭൂതിയിൽ അവൾ അവൻ്റെ അധരങ്ങളുടെ മേൽ അവളുടെ സ്നേഹമുദ്രണം ചാർത്തി. ഇനി അവരുടെ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾക്ക് സ്ഥാനമില്ല. പ്രണയത്താൽ അച്ചുവിനുള്ളിലെ അപകർഷതാബോധത്തെ തുടച്ചു നീക്കാൻ ദേവന് കഴിയും. ആത്മാർത്ഥമായ സ്നേഹത്തോളം നല്ലൊരു മരുന്ന് ലോകത്തിൽ വേറെ കാണില്ല. നിലാവ് നാണിച്ച് കാർമേഘ പടലങ്ങൾക്കുള്ളിൽ മുഖം മറച്ചപ്പോൾ അവൻ അവളെയും ചേർത്ത് പിടിച്ച് അവരുടെ പ്രണയക്കൂടാരത്തിൽ കയറി വാതിൽ ചേർത്തടച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.